ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ക്രിസ്മസ് ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിരുന്നു. എപ്പോഴും നമ്മൾ ഒരുമിച്ച് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ചിലപ്പം പള്ളിയിൽ നമുക്ക് നേർച്ച കാണുമായിരിക്കും. എന്നാലും നമ്മൾ ചിലപ്പം ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് വീട്ടുകാരുമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പതിവ്. പിന്നെ അപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ക്രിസ്മസ് സ്റ്റാർ ഇടും, പുൽക്കൂട് വെക്കും, ട്രീ വെക്കും. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അതൊരു പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ എനിക്കുള്ളൊരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലം തൊട്ട് അത് ചെറുപ്പത്തിലാണ് അപ്പയും അമ്മയും ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ഗിഫ്റ്റ് വെക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവര് ക്രിസ്മസിന്റെ തലേന്ന് പറയും, ക്രിസ്മസ് പാപ്പ വരും, സാന്റാക്ലോസ് വരും, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഇവിടെ വെച്ചിരിക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ഓടി നടന്ന് ഗിഫ്റ്റ് തപ്പിയെടുക്കും. പക്ഷെ ഞാനപ്പം അച്ചു എന്നെക്കാട്ടി കുറച്ചുകൂടെ സ്മാർട്ടാണ്. അപ്പൊ അവള് മനസ്സിലാക്കി ഇവര് വെച്ചതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുമായിരുന്നു ഇത് സാന്റാക്ലോസ് വന്ന് വെച്ചിരുന്നത്. അത് ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഒരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് വലുതായപ്പം എപ്പോഴും ഒരുപോലെയാണ് ആ സന്തോഷം. അത് കഴിഞ്ഞ് അപ്പ പുതുപ്പള്ളിക്ക് പോവും, ചിലപ്പം ഞങ്ങളും പുതുപ്പള്ളിക്ക് പോവും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ്. പിന്നെ 2022 ഞങ്ങൾ അവസാനമായി സെലിബ്രേറ്റ് ചെയ്ത ക്രിസ്മസ്. അതിൽ അപ്പ നിർബന്ധം പിടിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ബാംഗ്ലൂരായിരുന്നു. അപ്പയ്ക്ക് എനിക്ക് തോന്നുന്നു അപ്പയുടെ മനസ്സിലുണ്ടായിരുന്നായിരിക്കാം 23 ഞങ്ങളുടെ കൂടെ കാണത്തില്ല എന്നുള്ളത്. എന്തുകൊണ്ടോ ഞാനും എൻ്റെ മോനും ട്രിവാൻഡ്രത്തായിരുന്നു കുറച്ച് ദിവസത്തേക്ക് വന്നതാണ്. പക്ഷെ അപ്പ നിർബന്ധം പിടിച്ച് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഒരു ക്രിസ്മസ് ആഘോഷിച്ചു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതൊരു ഓർമ്മയായി. അടുത്ത ക്രിസ്മസിന് അപ്പയില്ലായിരുന്നു. നമ്മൾ ഗിഫ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ. അത്രയും ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റിൽ നിന്നും ഇപ്പൊ കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ഗിഫ്റ്റുകളൊന്നും കിട്ടുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഓർത്തെടുക്കാനുള്ളൊരു ഗിഫ്റ്റ് അതിൽ നിന്ന് വയ്ക്കുമ്പോൾ യേശുക്രിസ്തുവാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് നമ്മുടെ കൂടെ ഉള്ളതാണല്ലോ നമ്മുടെ സമാധാനമല്ല. നിങ്ങൾ കുടുംബമായി അല്ലെങ്കിൽ പപ്പയോട് ചേർന്ന്, എനിക്ക് തോന്നുന്നു പപ്പ ഏറ്റവും ക്രിസ്മസ് വരുമ്പം ഏറ്റവും ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു നമ്മുടെ മെലോഡിയ പ്രൊഡക്ഷൻസ്, ഒരു മ്യൂസിക്. പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നല്ലേ? അതിന്റെ മുൻകൈ എടുത്ത് എന്തായിരുന്നു അതിന്റെ ഒരു പപ്പയ്ക്ക് ഇത്രയും അതിനോടൊരു സ്നേഹം തോന്നാൻ കാരണം? എന്ന് പറഞ്ഞാൽ അപ്പ ഞങ്ങളെ എല്ലാവരെയും, അത് ഫാമിലി എല്ലാവരെയും, ആരെയും ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം ഇതായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ 3-4 പേര് ഇങ്ങനെ ഒരു കൂട്ടായ്മ, മെലോഡിയ എന്ന് പറഞ്ഞ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്, ഒരു ഗാനസംഘം. അത് മ്യൂസിക്കിനോട് പാഷനുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു. നിങ്ങളുടെ ചർച്ച മാത്രമാണോ അല്ല ഇതൊരു ചർച്ച് ബേസ്ഡ് അല്ല. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ, ഇപ്പം ഇല്ല, സീനിയർ ക്വയർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2012 തുടങ്ങുമ്പം 5 വയസ്സുള്ള എൻ്റെ മകൻ 5 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. 5 വയസ്സുകാരൻ തൊട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളത്, ജാതി മത ഭേദമന്യേ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയാണ്. ഇന്നും ഇപ്പൊ പക്ഷേ കോവിഡ് വന്നപ്പം ഞങ്ങളുടെ കിഡ്സ് സ്ക്വയർ നിന്നുപോയി. ബിക്കോസ് ഞങ്ങൾക്ക് പിന്നെ സ്റ്റുഡിയോയിലേക്കായി ഞങ്ങളുടെ പെർഫോമൻസ്. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ കിഡ്സ് സ്ക്വയർ നിർത്തിയായിരുന്നു. പറഞ്ഞു വന്നത്, അപ്പൊ ഞങ്ങളുടെ എല്ലാ താല്പര്യങ്ങൾക്കും അപ്പ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം മെലോഡി എങ്ങനെ തുടങ്ങി, അത് ഇപ്പം മെലോഡിയുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ബേസ്ഡ് ആണ്. ഇതൊരു കൂട്ടായ്മയാണ്. അപ്പം സംഗീതവും സാന്ത്വനവും ഇത് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം അതിൻ്റെ ഒരു കാര്യം അപ്പം ഞങ്ങളുടെ ഉദ്ഘാടനം നടത്തിയത് തന്നെ അപ്പയാണ്. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം അപ്പ ഉദ്ഘാടകനായിട്ട് വന്നിട്ടുണ്ട്. 2021 അവസാനം വരുന്നത്. പിന്നെ 22 ആയപ്പം ചികിത്സയ്ക്ക് പോയി. 23 മരിക്കും. ഇന്ന് നമുക്ക് ആ ചാരിറ്റിയോട് ചേർന്ന മെലോഡിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടല്ലേ? ഈ വർഷവും നമ്മൾ നടത്തി. ഞങ്ങളുടെ 14ാം വാർഷികം കഴിഞ്ഞു. അത് ഒരു ദൈവാനുഗ്രഹമാണ്. 14 വർഷം ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പറ്റം നല്ല സംഗീതം സമൂഹത്തിന് നൽകാനും അതോടൊപ്പം കുറെ പേരെ സഹായിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ നമുക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നൊരു കാര്യമാണ്. ദൈവാനുഗ്രഹിച്ച് അടുത്ത വർഷം ആകുമ്പോൾ 15 വർഷം തികയുകയാണ്. പുതിയ പ്രൊഡക്ഷൻസ് ഇറങ്ങുന്നുണ്ടോ? എല്ലാ വർഷവും ഞങ്ങളുടെ എല്ലാ വർഷവും ഞങ്ങളുടെ പാട്ടുകൾ ഇറങ്ങാറുണ്ട്. പിന്നെ പല പഴയ പാട്ടുകളും പാടും.